ടാറ്റ ഇതേവരെയുള്ള അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള പ്രസ്താവന തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്നൊരു അവസ്ഥ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇനി അല്പമെങ്കിലും സത്യസന്ധത കാണിക്കണ്ടേ? അടുത്ത വാചകം നിങ്ങൾ നോക്കൂ. അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്, ഈ പ്രസ്താവനയിൽ പറയുകയാണ്, ഇതിന്റെ ഭാഗമായാണ് ഏതിന്റെ ഇപ്പോ ഈ 2 മാസത്തിനുള്ളിൽ തുടങ്ങിയ ഈ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി മലബാർ സിമന്റ് ലിമിറ്റഡും ടാറ്റ പ്രോജക്ട് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിന് സർക്കാർ സൗകര്യം ഒരുക്കിയത് എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. പദ്ധതിക്ക് ആവശ്യമായ പ്രധാന അനുമതികളും ലഭിച്ചു കഴിഞ്ഞു. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ആവശ്യമായ ഭൂമി ലഭ്യമാക്കുകയും പ്രാഥമികമായ വികസന പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആധുനികമായ ഷിപ്പ് ബിൽഡിംഗ് എക്കോസിസ്റ്റം രൂപീകരിക്കുന്നതിനുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പായിട്ടാണ്. അപ്പൊ അദ്ദേഹം വന്നു, ഉടൻ തന്നെ ആർട്സ് ഗ്രൂപ്പുമായിട്ട് ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് പദ്ധതി വന്നു, പോർട്ട് ഇപ്പോൾ ഭൂമി കൊടുക്കുന്നു. അതിവേഗതയിലാണ് പോകുന്നത്. എന്നാൽ ഇത് നോക്കൂ, ഇത് ഹിന്ദു രോമതാണ്. ഇത് ഇൻവെസ്റ്റ് കേരള സബ്മിറ്റിൽ ആർട്സ് ആൻഡ് ഗ്രൂപ്പും അതോടൊപ്പം തന്നെ മലബാർ സിമന്റ്സും തമ്മിൽ MOU ഒപ്പുവയ്ക്കുന്നതാണ്. ഇനി അദ്ദേഹം ഹിന്ദു വായിക്കുമില്ലെങ്കിൽ അദ്ദേഹം എന്നും വായിക്കുന്ന മറ്റൊരു പത്രമുണ്ട്. ആ പത്രവും ഞാൻ പറയാം. മനോരമ ഓൺലൈൻ. മലബാർ സിമന്റ്സുമായി ചേർന്ന് ബോട്ട് നിർമ്മാണ സ്ഥലം സ്ഥാപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് പദ്ധതി കൊച്ചി തുറമുഖത്ത് ഫെബ്രുവരി 25. ഇങ്ങനെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യം. ഇത് കൊടുക്കുമ്പോഴെങ്കിലും അല്പ സത്യസന്ധത കാണിക്കണ്ടേ? കഴിഞ്ഞ ഗവൺമെന്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, അത് ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങളും അവരും നമ്മളും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നല്ലേ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? അതിന് പകരം എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് മാറേണ്ടതുണ്ടോ? ഈ 2 മാസം കൊണ്ടാണ് ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പോർട്ട് ട്രസ്റ്റിന്റെ ഭൂമി ഇപ്പൊ ലഭ്യമാക്കിയിട്ടുണ്ട്. ഏതാ പോർട്ട് ട്രസ്റ്റിന്റെ ഭൂമി? ഇത് 10 വർഷത്തിന് മുമ്പ് മലബാർ സിമന്റ്സ് അവിടെ ക്ലിങ്കർ കൊണ്ട് പൊടിക്കാനായിട്ട് ഒരു പദ്ധതിയുടെ ഭാഗമായി ലാൻഡ് ലീസിനെടുത്തിരുന്നു. എന്നാൽ ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് ആ ലാൻഡ് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. എല്ലാ വർഷവും നമ്മൾ ലീസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗിക്കാത്ത ഭൂമി അവരുടെ ജോയിന്റ് വെഞ്ചറായിട്ട് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുമ്പോൾ പദ്ധതിയുടെ ഭാഗമായി അവരൊരു പ്രൊജക്ട് മുന്നോട്ട് വെച്ചു. ആ പ്രൊജക്റ്റിൽ ആർട്സ് ആൻഡ് ഗ്രൂപ്പ് അവർ ടാറ്റയുടെ സബ്സിഡറിയാണ്, അവർ താല്പര്യം പ്രകടിപ്പിച്ചു. ഇത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അവർ മാത്രമല്ല, ECH എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, ടാറ്റയുടെ ആർട്സ് ആൻഡ് ഗ്രൂപ്പ് ചെറിയൊരു സബ്സിഡറിയാണ് അവരുടെ. അപ്പൊ ഞങ്ങൾ തന്നെ അന്ന് കണ്ടത്, അവർ കൂടി വരുമ്പോൾ ടാറ്റയുടെ പ്രസൻസ് കൂടി കേരളത്തിൽ വരട്ടെ കൂടുതലായിട്ട്. അവരും ECHും ചേർന്നിട്ടാണ് 500 കോടി ഇൻവെസ്റ്റ് ചെയ്യാമെന്നതാണ് ദീർഘകാലത്തേക്ക് MOU ഒപ്പുവെച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായിട്ട് 58 കോടി നമ്മൾ മലബാർ സിമന്റ്സ് അവിടെ ലാൻഡിന് വേണ്ടി വർഷങ്ങൾക്ക് മുടക്കിയിട്ടുണ്ട്. ആ ഭൂമിയുടെ വില മലബാർ സിമന്റ്സിന്റെ ഷെയർ വാല്യൂ ആയും ECHന് പണം മുടക്കും. ടാറ്റയുടെ ആർട്സ് ആൻഡ് ഗ്രൂപ്പ് അവർ ടെക്നോളജി പ്രൊവൈഡർ ആയിരിക്കും. അങ്ങനെ ജോയിന്റ് വെഞ്ചറിന്റെ ഭാഗമായി MOU ഒപ്പുവെച്ചു. ഫെബ്രുവരി 2026 ഫെബ്രുവരിയിൽ ഗവൺമെന്റ് മലബാർ സിമന്റ്സിന് അതുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകി. ഇപ്പൊ ലാൻഡ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2 മാസത്തെ അനുമതി അല്ലത്. അദ്ദേഹം അല്പമെങ്കിലും സത്യസന്ധതയെങ്കിലും കാണിക്കണ്ടേ? ഇനി വരാൻ പോകുമ്പോൾ എന്താ? ഇപ്പൊ ടാറ്റയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ക്രെഡിബിലിറ്റി പോകുന്നത് കേരളത്തിന്റെയാണ്. ടാറ്റയെ ഞാൻ മനസ്സിലാക്കിയത് ലോകത്തിന് തന്നെ വിളികൾ വന്നു. പിന്നെ ബുദ്ധിജീവി ആയില്ലെങ്കിലും അത്യാവശ്യം ബുദ്ധി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകും നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം